നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷന്റെ 2 മാസത്തെ ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത്. അതായത് 3200 രൂപ. അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീടാന്തരം കയറിയുള്ള പരിശോധന ആരംഭിക്കാനിരിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള സംശയം 2 മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഡിസംബർ മാസത്തോടു കൂടി 2 മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്ത് തീർക്കും എന്നുള്ളത്. 5 മാസത്തെ ഗഡുവിൽ ഒരു ഗഡു നേരത്തെ വിതരണം ചെയ്തു. ഇനിയുള്ളത് 4 മാസത്തെ തുകയാണ്. ഇതിൽ 1 മാസത്തെ തുക കൂടി ഈ മാസത്തെ തനത് തുകയോടൊപ്പം ചേർത്ത് 3200 രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിതരണ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. DBT സെൽ വഴി ഈ വരുന്ന 25-നുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. വരുന്ന ദിവസം തന്നെ തുക വിതരണ തീയതി അറിയിപ്പുകൾ എത്തിച്ചേരും. അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തും. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആ തുക എത്തിച്ചേരുക. അനർഹരായ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ 74 ജീവനക്കാർക്കെതിരെ പ്രത്യേക അന്വേഷണം ആരംഭിച്ച് മൃഗസംരക്ഷണ വകുപ്പ്. ഇവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും അന്വേഷണം നടത്തുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 ജീവനക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ആരോഗ്യവകുപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ പേർ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 124 പേരും പെൻഷൻ വാങ്ങി. ആയുർവേദ വകുപ്പിലെ 114 പേരും പൊതുമരാമത്ത് വകുപ്പിലെ 47 ജീവനക്കാരും പണം കൈപ്പറ്റി. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.